ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മുത്തശ്ശി, അതായത് അച്ചമ്മ പറയുന്നതനുസരിച്ച് മരുമക്കളെ ഒരുപോലെ കാണണമെന്നും മരുമക്കളെ 3 പേരെയും ഒരുപോലെ ഊട്ടണമെന്നും പറഞ്ഞു ചന്ദ്രമതിയോട്. ചന്ദ്രമതി എന്നിട്ട് ചിരിച്ച മുഖമായിട്ട് സ്നേഹത്തോടെ വർഷയ്ക്ക് വാരി കൊടുത്തു, ശ്രുതിക്കും വാരി കൊടുത്തു. രേവതിക്ക് വാരി കൊടുത്തപ്പോഴുണ്ടല്ലോ, രേവതിയുടെ വായിലേക്ക് കൊണ്ടുവന്ന ഒരു ഒറ്റ കുത്തായിരുന്നു. ഇതൊക്കെ രേവതിക്ക് അത് വേദനിച്ചു. അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി, നീ എന്നത് ഈ കാണിച്ചതെന്ന് ചോദിച്ചു. അവർക്ക് 2 പേർക്കും കൊടുത്തതുപോലെ സ്നേഹത്തോടെ നീ രേവതിയെയും മൂട്ടാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിക്ക് ഒരു പണി നമ്മുടെ അച്ചമ്മ കൊടുത്തു കേട്ടോ. അപ്പോൾ അച്ചമ്മ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, സർക്കസിലെ റിംഗ് മാസ്റ്ററെ കണ്ടിട്ടില്ലേ, സിംഹത്തിന് പോലും അവരെ പേടിയാ, അവർ പറയുന്നത് എന്തും അവരനുസരിക്കും. അതുപോലെ എന്ന് പറഞ്ഞ സച്ചി പറഞ്ഞപ്പോഴേക്കും, സച്ചി മതി മതി നിർത്തിക്കോ, നീ പറയാൻ വന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് രവിയേട്ടൻ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് സച്ചി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം വീണ്ടും ചന്ദ്രമതി അവളുമാർക്ക് 2 പേർക്കും ഭയങ്കര സ്നേഹത്തോടെ രേവതിക്ക് കൊണ്ടുപോയി കുത്തും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സുധിയോട് പറഞ്ഞു, എടാ സുധി, നീ ഇത് വീഡിയോ എടുത്ത് വയ്ക്കേ, ഇതുപോലത്തെ മുഹൂർത്തമൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കെടുക്ക, കഴിക്കുന്നതിനിടയിൽ ജോലി ചെയ്യുന്ന എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് സുധി. അപ്പോൾ ശ്രീകാന്ത നീയും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി മരുമക്കൾക്ക് വാരി കൊടുക്കുന്നത് വീഡിയോ എടുത്ത് വെക്കുവാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിക്ക് അതൊന്നും അത്ര വലിയ ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ആ സമയം, ചന്ദ്രേ, നിന്നെ പരിഹസിക്കാനോ അപമാനിക്കാനോ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അമ്മ അന്നേരം ഇവരോട് പറഞ്ഞു. 3 മരുമക്കളെയും നീ ഒരേ കണ്ണോടുകൂടി കാണണമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരും സന്തോഷത്തോടെ കഴിയാൻ വേണ്ടിയിട്ടാണെന്നും ആരുടെ മനസ്സും വേദനിക്കാൻ പാടില്ലെന്നും അച്ചമ്മ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ നമ്മുടെ സച്ചിൻ. ഇങ്ങനെ പോയാൽ മികച്ച അമ്മായിമ്മയ്ക്കുള്ള അവാർഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചന്ദ്രമതിക്ക് തന്നെ കിട്ടുമെന്നും പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ രേവതിക്ക് ഇഷ്ടമല്ലാതെ ചന്ദ്രമതി വാരി കൊടുത്തോണ്ടേ ഇരിക്കുക. രേവതി ആണെങ്കിലോ ഇതൊക്കെ കണ്ടിങ്ങനെ കണ്ണ് നിറഞ്ഞ് മനസ്സ് നിറഞ്ഞിങ്ങനെ സച്ചിയെ നോക്കി ഇരിക്കുക കേട്ടോ. എന്തായാലും ഊട്ടിക്കൊടുക്കലും വാരിക്കൊടുക്കലൊക്കെ കഴിഞ്ഞു. അവരവരുടെ മുറികളിലേക്ക് എല്ലാവരും വന്നു. ഈ സമയത്ത് ശ്രുതി ചോദിക്കുക, ശ്രുതി നിനക്കിവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. അപ്പോൾ എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചതെന്ന് ശ്രുതി ചോദിച്ചു. അല്ല, ഈ വീടും ഈ വീട്ടിലെ മുറികളും ഒക്കെ ചെറുതാ, നമ്മുടെ വീട്ടിലെ മുറികൾ അത്യാവശ്യം വലിപ്പമുള്ളതല്ലേ എന്ന് ശ്രുതി ചോദിക്കുക കേട്ടോ. പിന്നെ മലേഷ്യയിൽ വലിയ വീട്ടിൽ താമസിച്ചിരുന്ന നിനക്ക് ഇവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെനിക്ക് ഉണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണെന്ന് പറയുമ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല ശ്രുതി, ഇവിടോ എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു, എല്ലാവരും ഒന്നിച്ചിങ്ങനെ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. പിന്നെ മുറിയുടെ വലിപ്പോ സൗകര്യമോ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞു. ആൻറ്റി ഊട്ടിയപ്പോഴേ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുന്നു, നിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ, അപ്പോൾ നീ നിന്റെ അമ്മയെ ഓർത്ത് കാണുമല്ലേ എന്ന് ശ്രുതി ചോദിച്ചപ്പം ശ്രുതി ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ ഇരിക്കും, ഒന്നും മിണ്ടാതെ. പെട്ടെന്ന്, അയ്യോ സോറി, നിനക്ക് വിഷമമായോ ഞാൻ ചോദിച്ചത്? ശ്രുതി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ആൻറ്റി എന്നെ ഊട്ടുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മയെ തന്നെ ഓർത്തത്, എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ, നിനക്ക് അമ്മയില്ല എന്നുള്ള സങ്കടം ഒന്നും വേണ്ട കേട്ടോ, എൻ്റെ അമ്മ നിന്റെ മകളെ പോലെ തന്നെയല്ലേ കരുതുന്നത്, സ്നേഹിക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ സന്തോഷം നീ കണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക. പിന്നെ നാളെ മോർണിംഗ് നിന്റെ ഇളയച്ചൻ വരുമായിരിക്കുമല്ലോ അല്ലേ? വരും ഉറപ്പായും വരും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം ശ്രുതിക്കാണെങ്കിൽ ത്രില്ലടിക്കുക. നിനക്കെന്താ ഉറക്കം വരുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കയറി കിടന്നു. പിന്നെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കി ജനലൊക്കെ അടച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വർഷയുടെയും ശ്രീകാന്തിൻ്റെയും മുറി. വർഷയാണെങ്കിൽ രാത്രിയുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ നീ എന്താ ഇപ്പോൾ ലോഷനൊക്കെ പുരട്ടുന്നതെന്ന് ചോദിച്ചു. ഇവിടെ കൊതുകും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പോൾ എന്തായാലും പുരട്ടിയേക്കാം എന്നും പറഞ്ഞിരിക്കുക. പിന്നെ ശ്രീകാന്തിൻ്റെ സച്ചേട്ടൻ എന്താ ഇങ്ങനെ ആയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. അദ്ദേഹം വളർന്നത് ഇവിടെയാണല്ലോ. അച്ചമ്മയുടെ സ്വഭാവം കിട്ടിയതാ ശ്രീകാന്തിൻ്റെ ഏട്ടനെന്ന് വർഷ ശ്രീകാന്തിനോട് പറയാം. ശ്രീകാന്തിൻ്റെ ഏട്ടനെ പോലെ തന്നെ അച്ചമ്മയും ഒരേ രീതിയിലുള്ള പെരുമാറ്റം 2 പേർക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ പൊട്ടിത്തെറിക്കും, പേടിപ്പിക്കും. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ഭരിക്കും. അത് കേട്ടപ്പോൾ, അതെ നോക്ക്, 2 പേരും പാവങ്ങളാ, തെറ്റ് കണ്ട അച്ചമ്മ പറയും. സച്ചേട്ടനും അതുപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ശ്രീകാന്തിൻ്റെ ഏട്ടൻ പാവമാണെന്നോ? ചിരിപ്പിക്കല്ലേ എന്നെ കൊണ്ടേ. അപ്പോൾ വർഷേ, വീട്ടിലെ പോലെ തന്നെ ഇവിടെയും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഏട്ടൻ, അത് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണെന്നൊക്കെ വർഷ പറയുമ്പോൾ സച്ചേട്ടൻ പറയുന്നതിന് മറുപടി ഒന്നും പറയാതിരുന്നാൽ മതി, എൻജോയ് ചെയ്യാനല്ലേ നമ്മളിങ്ങോട്ട് വന്നത്, അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എങ്ങനെ മറുപടി പറയാതിരിക്കുമെന്ന് വർഷ ചോദിക്കുമ്പോൾ സച്ചേട്ടൻ അച്ചമ്മയെ പേടിയാ, അതുകൊണ്ട് ഏട്ടൻ മിണ്ടാതിരുന്നോളും, ഏട്ടന് നിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാതിരുന്നോളൂ എന്ന് പറഞ്ഞു ശ്രീകാന്തൻ കയറി കിടന്നു.
ആ സമയത്ത് നമ്മുടെ സച്ചിയും രേവതി അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് രേവതി അവിടെ നിന്ന് പൂമാല കെട്ടിക്കൊണ്ടിരിക്കാം. അപ്പോൾ നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ കട തുറക്കും എന്നും പറഞ്ഞ് സച്ചി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുക കേട്ടോ. അങ്ങനെ ഇതും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രേവതി ദേ പൂ വേണം, എപ്പോഴാ കട തുറക്കുന്നു എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക രേവതി എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആണോ എന്ന് ചോദിച്ചു രേവതി. അങ്ങനെ രണ്ടുപേരും കൂടെ പൂമാലയൊക്കെ കെട്ടി സന്തോഷമായിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മയും അതുപോലെ രവേട്ടനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ കിടക്കുന്നില്ലേ മക്കളെ എന്ന് ചോദിച്ചാൽ. അപ്പോൾ ഈ ഒരു മാല കെട്ടാനുണ്ട്, ഇത് തീർത്തിട്ട് കിടന്നോളാവെന്ന് പറഞ്ഞു രേവതി. അച്ഛമ്മയ്ക്ക് ഇവളെ പറ്റി അറിയില്ല, പൂ കണ്ടാലേ ഇവള് വിടില്ല, അതുകൊണ്ട് മാല കെട്ടിയിട്ടേ ഇവള് വേറെ എന്തും ചെയ്യുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടിരിങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ചെയ്യും രേവതി മോൾ, അങ്ങനെയാണെന്ന് രവിയേട്ടൻ പറയുന്നു കേട്ടോ. പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ രേവതി മോൾ ഒരു പൂക്കട തുടങ്ങിയത് അമ്മ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. മോള് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അച്ഛമ്മ. സച്ചി, നിന്നെ ഓർത്തേ എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി രേവതിക്ക് നീ പൂക്കടയൊക്കെ വെച്ച് കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷം ഇവർക്ക് രണ്ടുപേർക്കും. ചന്ദ്രേ, നീ ഭാഗ്യവതിയാ, രണ്ട് മരുമക്കളും അവരുടെ കടയ്ക്ക് നിന്റെ പേര് തന്നെയല്ലേ ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇതിൽ പരം എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിക്ക് അതൊക്കെ പുച്ഛം. അച്ഛമ്മ പാവം, രേവതിയെ പോലെ ഒരു മരുമോളെ അച്ഛമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ. നമ്മുടെ സച്ചി പറയുമ്പോൾ ശ്രുതി പാർലറിന് എൻ്റെ പേരിട്ടു, അത് നല്ല കാര്യം തന്നെയാണ്, എനിക്ക് അതിൽ അഭിമാനമാണ് ഉള്ളത്. പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ട് ഇവരെന്നെ അപമാനിക്കുകയാണ് ചെയ്തതെന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ ഇരുന്ന് അച്ഛമ്മയോട് പറഞ്ഞു. അപ്പം മോനും അമ്മയും കൂടെ ഇങ്ങനെ നോക്കുക. അത് കൊണ്ടുവന്ന് വെച്ചതോ എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ. നാട്ടുകാർക്ക് മുന്നിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വില കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ അപമാനിക്കുമ്പോൾ കേട്ടല്ലോ അമ്മ ഇവള് പറഞ്ഞത് കേട്ടില്ലേ, പാർലർ തുടങ്ങിയതിൽ ഇവൾക്ക് അഭിമാനമേ ഉള്ളൂ, പൂക്കട വെച്ചതിൽ ഇവൾക്ക് അപമാനവും. ഇവളെ എന്താ അമ്മ ചെയ്യേണ്ടത്? അപ്പോൾ വിവരം കേട്ട ബുദ്ധി ഇല്ലാത്തവൾക്ക് അങ്ങനെയല്ലേടാ തോന്നൂ രവി മണ്ടി എന്നും പറഞ്ഞ അച്ഛമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ സച്ചിയും രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും കേട്ടോ. അവർക്ക് ശരിക്കും ചിരി വന്നു. മോനെ സച്ചി, നിന്റെ അമ്മയെ വെളുത്ത ഉപ്പകെട്ട കണ്ട് വൈരക്കല്ലാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണെന്നും അത് വെള്ളം ഒഴിച്ചാൽ അങ്ങ് അലിഞ്ഞു പോകുമെന്നും, എന്നാലേ എൻ്റെ രേവതി മോള് ശുദ്ധമായ വൈരക്കല്ലാണെന്ന് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്തായാലും ഇവൾക്കില്ല എന്നുള്ള കാര്യവും പറഞ്ഞു അച്ഛമ്മ. ഇന്ന് അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, നാളെ എന്നെ ഒന്നും പറയരുത് കേട്ടോ. നാളെ ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ പറയുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവരുടെ സംസാരം അപ്പുറം മുറിയിൽ നിന്ന് കേൾക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ സച്ചിയൊക്കെ ഇരിക്കുക. നീ ഇവിടെ വന്നപ്പോൾ മുതൽ പറയുന്നുണ്ട് ശ്രുതിയുടെ ഇളയച്ചൻ വരുമെന്ന്. ഇതുവരെ അയാൾ വന്നു കണ്ടില്ലല്ലോ എന്ന് അമ്മേ, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാ, തിരക്കുള്ള മനുഷ്യനാണെന്നൊക്കെ ചന്ദ്രമതി അച്ഛമ്മയോട് പറയുവാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണ്ടേ വരാൻ, അതാ വൈകുന്നത്, നാളെ ഉറപ്പായിട്ടും വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുക. അദ്ദേഹം വരുമ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ചന്ദ്രമതി. ആദ്യം നീയെ പൊങ്കലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യ അമ്മേ. പൊങ്കൽ വർഷം വരും, പക്ഷെ ശ്രുതിയുടെ ഇളയച്ചനെ അങ്ങനെയല്ല, അത് അമ്മയ്ക്ക് അറിയാവുന്ന. ശ്രുതി അതൊക്കെ കേട്ടോ കണ്ണും വായും മിഴിച്ചിങ്ങനെ നിൽക്കുക. അദ്ദേഹം എന്താ വല്ല ഗ്രഹമാണോ പല വർഷം കൂടുമ്പോൾ വരാനെന്ന് സച്ചി ചോദിക്കുമ്പോൾ അദ്ദേഹം വലിയ ആളാ, നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ വേണം. രേവതി, നാളെ രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കണമെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ അതെ നീ അങ്ങ് തീർത്താൽ മതിയെന്ന് പറഞ്ഞു അച്ഛമ്മ. ഇപ്പം രേവതിയെ കൂട്ടുപിടിക്കണ്ടാന്ന് രവിയേട്ടൻ ഇത് കേട്ട് ചിരിക്കുക. അന്നേരത്തേക്കും ഭയങ്കര സന്തോഷം ശ്രുതിയെ അന്നേരം അച്ഛൻ കണ്ടപ്പോൾ സന്തോഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ അഭിനയിച്ച് നിൽക്കുക. അപ്പോൾ ശ്രുതി, നിന്റെ ഇളയച്ചൻ നാളെ വരില്ലെന്ന് ചോദിച്ചപ്പം ഇന്ന് വിളിച്ചിരുന്നു, നാളെ ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞു കേട്ടോ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച്. അപ്പോൾ കേട്ടല്ലോ, ശ്രുതി മോള് പറഞ്ഞത് കേട്ടല്ലോ, അദ്ദേഹം നാളെ വരുമെന്നാ പറഞ്ഞതെന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വെറുതെ വെറുപ്പിക്കരുതെന്ന് സച്ചിയോട് പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടുന്ന ബഹുമാനം എല്ലാവരും ഇവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു. ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വേണം, ബഹുമാനം ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ടും തരും, ഇല്ലെങ്കിൽ എന്താന്ന് കാണാമെന്ന് പറഞ്ഞു സച്ചി. പിന്നെ രേവതി, ഞാൻ കട്ടിലെടുത്ത് പുറത്തിടാം, നീ പൂവ് കിട്ടിയിട്ട് പുറത്തേക്ക് വരാൻ പറഞ്ഞു സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് വരച്ച് അവിടെ നിൽക്കുക. ദൈവമേ, നാളെ അദ്ദേഹം വന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഇവിടെ ജീവിക്കാനേ പറ്റില്ല ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി അവിടെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന സച്ചി പുറത്ത് കട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടു. അന്നപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് വന്നു. ഈ വീട്ടിൽ കിടക്കാൻ പോലും എനിക്കൊരു സ്ഥലം തരില്ല എന്ന് വെച്ചാൽ എന്താ അമ്മ എങ്ങാനും അങ്ങനെ പറഞ്ഞോ? അമ്മയല്ല പറഞ്ഞത്, അച്ഛമ്മയാ പറഞ്ഞതെന്ന് രേവതി. ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നോളാമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, നീ നിന്റെ കെട്ടിയോൻ്റെ കൂടെ പോയി കിടക്കുമെന്ന് പറഞ്ഞ് എന്നെ വിരട്ടി വിട്ടു എന്ന് രേവതി പറഞ്ഞു. അത് കേട്ടപ്പോൾ സച്ചി, ശരിയല്ലേ അച്ഛമ്മ പറഞ്ഞത്, നീ എൻ്റെ കൂടെയല്ലേ കിടന്നുറങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സച്ചിയായിട്ട് നീ കട്ടിലിൽ കിടക്കും, ഞാനിവിടെ കിടക്കുമെന്ന് ചോദിച്ചു. നീ ആ തൊഴുത്തിൽ പോയി കിടന്നോളാൻ പറഞ്ഞു സച്ചി രേവതിയോട്. നീയും ഈ കട്ടിൽ തന്നെ കിടക്കുമെന്ന് പറഞ്ഞു.
ഈ കട്ടിലിൽ എങ്ങനെയാ രണ്ടുപേരും കൂടി കിടക്കുന്ന സച്ചേട്ടാ? അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് കിടക്കാൻ, നീ വരാൻ പറഞ്ഞു. അങ്ങനെ സച്ചി ദേ കട്ടിലേ കയറി കിടക്കുന്നു. രേവതിയെ വിളിച്ച് അടുത്തിരുത്തി. എന്നിട്ട് മുകളിൽ ആകാശം, താഴെ ഭൂമി. ആഹാ, നല്ല കാറ്റ്, എന്താ സുഖം, നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഇവിടെ കിടന്നുറങ്ങിയ ശരീരത്തിന് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നാട്ടുവൈദ്യം പറയുന്നത് പോലെയാണല്ലോ സച്ചേട്ടൻ ഓരോന്ന് പറയുന്നത്. ഇവിടെ കിടന്നാലേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജലദോഷം പിടിക്കും, നല്ല മഞ്ഞുണ്ടെന്ന് രേവതി സച്ചിയോട് പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെ ജലദോഷമൊന്നും വരത്തില്ല രേവതി. നല്ല തണുത്ത കാറ്റ്, നല്ല നിലാവെളിച്ചം, ഇവിടെ കിടന്നുറങ്ങാനേ നല്ല സുഖമായിരിക്കും എന്ന് പറയുന്നു സച്ചി. അതിന് നിലാവെളിച്ചം എവിടെയാ സച്ചേട്ടാ? അമാവാസി കഴിഞ്ഞതല്ലേ ഉള്ളൂ, നിലാവൊന്നുമില്ല, പോ സച്ചേട്ടാ എന്ന് പറഞ്ഞു രേവതി. നിലാവില്ലേ? എന്തായാലും നിലാവ് വരും, നീ വരാൻ പറഞ്ഞു. സച്ചേട്ടൻ എവിടെ പോവാ? ഞാനിപ്പോൾ വരാം രേവതി. എവിടെ പോവാ സച്ചേട്ടാ? ഞാനിപ്പോൾ വരാ രേവതി, നീ അവിടെ ഇരിക്കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഒരു ഓട്ടം അങ്ങനെ ഓടി തിരിച്ചതുപോലെ തന്നെ വന്നു. ആ സമയത്ത് ഒരു കുടയൊക്കെ ആയിട്ടാ വന്നത്. അയ്യോ, എന്താ സച്ചേട്ടാ, എന്തേ കുട? മഞ്ഞു കൊണ്ട് ജലദോഷം വരുമെന്ന് നീയല്ലേ പറഞ്ഞത്, ഇനി മഞ്ഞു കൊള്ളില്ല കേട്ടോ ഒന്നും പറഞ്ഞോട്ട് ആ കോടയൊക്കെ നിവർത്തി ദേ അവിടെ കെട്ടിവെച്ചു, അതായത് ഇവരുടെ തലയുടെ മുകളിൽ. ആ സമയത്ത് രേവതി ചോദിച്ചു, ഇത് എന്ത് സച്ചേട്ടാ ഇങ്ങനെയൊക്കെ? അവരൊക്കെ കണ്ട എന്ത് വിചാരിക്കും? ആരെന്ത് വിചാരിച്ചു? നമുക്കെന്താ കുഴപ്പം? നമുക്കൊരു കുഴപ്പമില്ല. അതിപ്പോൾ ഇരുട്ടല്ലേ സച്ചേട്ടാ? നിലാവ് എവിടെയാണെന്ന് ചോദിച്ചു. ഓ, നിലാവും കൂടെ വേണമല്ലേ? അത് ഞാൻ സെറ്റാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്ത് ദേ തെളിച്ച് അങ്ങ് മുകളിലോട്ട് വെക്കുക. അപ്പോൾ എന്താ, നിലാവ് വെളിച്ചോ ആയി. അങ്ങനെ സച്ചി രേവതിയും കൂടി അവരുടെ കൊച്ചു കൂടാരത്തിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ദേ ജലദോഷവും പിടിക്കില്ല, തലയ്ക്ക് മേളിൽ നിലാവെളിച്ചുണ്ട്. ഇതാണ് കുടയ്ക്കുള്ളിലെ നിലാവെളിച്ചം എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയെ സന്തോഷിപ്പിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹാപ്പിയായി. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിലാവെളിച്ചം പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു രേവതി സച്ചിയോട്. അങ്ങനെ സച്ചി അടുത്ത് ചെന്ന് ഇരുന്നിട്ട്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ ഒരു നിലാവല്ലേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചപ്പോൾ, ഞാൻ നിലാവാണോ എന്ന് ചോദിച്ചു രേവതി. പിന്നെ അപ്പോൾ നിങ്ങൾ സൂര്യനാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാ? നിലാവ് വരുമ്പോൾ സൂര്യൻ പോവത്തില്ലേ? അതെങ്ങനെ ശരിയാവും? ഇവിടെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചില്ലേ? അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ഇരിക്കാം. അപ്പം സച്ചേട്ടൻ ആകാശം, എന്നെ ചേർത്ത് പിടിക്കുന്ന ആകാശം എന്ന് പറഞ്ഞപ്പോൾ എന്താ രേവതി ഇത് സാഹിത്യമാണല്ലോ പറയുന്നേ എന്ന് സച്ചി രേവതിയോട് ചോദിച്ചപ്പം കുറച്ചൊക്കെ സാഹിത്യം ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഉള്ള ഇടയ്ക്ക് രണ്ടുപേരും കൂടി ഇങ്ങനെ കിടക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ നല്ല ആ ഒരു ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും കൂടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുക കേട്ടോ. അങ്ങനെ അവരുടെ സന്തോഷത്തിൽ ആ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റു, രേവതി കുട മടക്കുന്നു, എല്ലാം മടക്കി എല്ലാം എടുത്ത് വെക്കുന്നു. അപ്പോഴത്തേക്കും കുറച്ച് ചേച്ചിമാർ അങ്ങോട്ടേക്ക് വന്നു. അല്ല, എന്താ എല്ലാവരും രാവിലെ കുടയൊക്കെ ആയിട്ട് എന്ന് ചോദിച്ചു കേട്ടോ. ഈ ചേച്ചിമാർ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കുടയുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിച്ചു. അതിനെ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? ഇത്രയും നാളും ഞങ്ങൾക്ക് ഈ ഐഡിയ കിട്ടിയിരുന്നില്ലെന്നും ഇപ്പം നീയാ ഈ ഐഡിയ തന്നതെന്ന് പറഞ്ഞു ചേച്ചിമാര്. ഞാൻ ഐഡിയ തരാനോ? നിങ്ങൾ എന്തീ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം അച്ഛമ്മ എന്താ എന്ന് ചോദിച്ചു വന്നു. രാവിലെ തന്നെ എല്ലാവരും കൂടി ഇങ്ങനെ വന്നാൽ എന്താ, കുടയൊക്കെ ആയിട്ടാണല്ലോ വരവ്, എന്താ കാര്യം? മഴയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തിനാ വന്നതെന്ന് രേവതിയോട് പറയാമെന്ന് ചേച്ചിമാർ അല്ലാതെ കലാവതി അമ്മയോട് പറയാൻ പറ്റില്ലെന്നും. അത് എന്നോട് പറഞ്ഞാൽ രേവതിയും ഞങ്ങളൊക്കെ യൂത്ത് അല്ലേ, കലാവതി അമ്മയ്ക്ക് വയസ്സായില്ലേ, അതുകൊണ്ട് പറയാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നോട് പറയാൻ പറ്റാത്തതൊന്നും ഇവളോട് നിങ്ങൾ പറയണ്ടെന്ന് അച്ഛമ്മ. ഞങ്ങൾ രേവതിയോട് ഒരു സംശയം ചോദിക്കാൻ വന്നതാണെന്ന് ചേച്ചിമാർ. ഇവളോട് എന്ത് സംശയം ചോദിക്കാനാ? എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നേ, പൊക്കോ, രേവതിക്ക് ഇവിടെ നല്ല തിരക്കാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മ എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് അങ്ങ് പോയി. രേവതി അന്നേരം ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോഴത്തേക്കും അച്ഛമ്മ കയറിപ്പോയത് കണ്ടുകൊണ്ട് ഈ ചേച്ചിമാർ പിന്നെ ഓടി വന്ന് ഒളിച്ചും പാത്തും. അതെ, ഭർത്താവ് ഒന്നിച്ച് വീടിന് പുറത്ത് കിടക്കാൻ ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ വന്ന് പറയാം. ഒരു മറയില്ലാത്തത് കൊണ്ട് പണി കിട്ടുമെന്ന് കരുതിയാണ് ഞങ്ങൾ ഇതുവരെ കിടക്കാതിരുന്നതെന്നും എന്നാൽ നീയും സച്ചിയും ഇപ്പം അതിനൊരു വഴി കാണിച്ചു തന്നെന്നൊക്കെ ഇവർ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിക്കൊടയൊക്കെ വാങ്ങിച്ചത്. രേവതി ചമ്മി നിൽക്കുക, ഇന്നു മുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ കിടക്കാമെന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും ചേച്ചിമാരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു. സച്ചി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കും. അപ്പോൾ സച്ചി ഇവർ കണ്ടു. ചേച്ചിമാർ ഓടി സച്ചിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ എന്താ എല്ലാവരും കുടയൊക്കെ ആയിട്ട്? അല്ല, ഞങ്ങൾ സച്ചിയെ രേവതിയും കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ കട്ടിലും കുടയൊക്കെ ഉണ്ട്, എന്നിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാത്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ടനായിരുന്നു എന്നേ. അങ്ങനെ ചേച്ചിമാർ ഇവർ രണ്ടുപേരും കൂടെ അതും പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുക ചേച്ചിമാർക്ക്. അങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ജീവിക്കാനുള്ള വഴികളൊക്കെ ചേച്ചിമാർക്ക് പറഞ്ഞു കൊടുത്ത് ചേച്ചിമാരെ നമ്മുടെ സച്ചി പറഞ്ഞു വിട്ടു. ഇത് എന്താ സച്ചേട്ടൻ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയതെന്ന് രേവതി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാലിപ്പോൾ എന്താ കുഴപ്പം, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് നാണം വരുമോ എന്ന് രേവതി പറഞ്ഞു. അയ്യോ, എൻ്റെ മുഖത്ത് നോക്കി നാണിച്ച് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സച്ചി. അപ്പോഴേക്കും തലേണി എടുത്ത് സച്ചിക്ക് ഒരു ഏറും വെച്ച് കൊടുത്ത് നമ്മുടെ രേവതി അവിടെ നിന്ന് പോയി. സച്ചിയും വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആ ഒരു തലേണയൊക്കെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ രേവതിയെ തന്നെ ഒരു ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.